പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ആ യൂണിറ്റിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതൊരു എസ്സേ ആണ്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, ഒരു നടത്തത്തിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് നടക്കാൻ പുറത്തേക്ക് ഇറങ്ങുക എന്നർത്ഥം വരുന്ന ഒരു ടൈറ്റിലുള്ള എസ്സേ ആണിത്. ഇതൊരു പേഴ്സണൽ എസ്സേ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് മാക്സ് ബീർബോം എന്നു പേരുള്ള ഒരു എസ്സേയിസ്റ്റാണ്. നമുക്കിതിൻ്റെ ജിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. വാക്കിംഗ് ലൈക്ക് എനി അതർ എക്സസൈസ് അൺഡൗട്ടഡ്ലി ലീഡ്സ് ടു ഫിസിക്കൽ വെൽനസ്. നടത്ത എന്ന് പറയുന്നത് മറ്റേതൊരു ഫിസിക്കൽ എക്സർസൈസിനെ പോലെ, വ്യായാമത്തെയും പോലെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ദാറ്റ് ലീഡ്സ് ടു ഫിസിക്കൽ വെൽനസ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിലേക്കാണ് നടത്ത നയിക്കുന്നത്, മറ്റേതൊരു വ്യായാമത്തെയും പോലെ. ദർ മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ആ കാര്യത്തിൽ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. The argument that each and every moment has to be filled with activity has gained currency these days. ഈ കാലഘട്ടത്തിൽ പ്രസക്തി നേടിയ ഒരു വാദമാണ്, ഒരു ആർഗ്യുമെൻ്റാണ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ആക്ടിവിറ്റി. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന വാദഗതി അടുത്ത കാലത്ത് പ്രസക്തി നേടിയ ഒന്നാണ്. In the essay Going Out for Walk, Max Beerbohm looks at walking from a different perspective. പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ വീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാട്. ഇവിടെ നടത്ത എന്ന് പറയുന്ന ശാരീരിക വ്യായാമമായിട്ട് നമ്മൾ കരുതുന്ന സംഭവത്തെ മാക്സ് ബീർബോം വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നൊരു ആശയമായിരിക്കില്ല ഇതിനകത്ത് പറയുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഒരു പേഴ്സണൽ എസ്സേ ആയിട്ടാണ്. അതായത് ഒരു മനുഷ്യന് ലോകത്തുള്ള എന്ത് വിഷയത്തെക്കുറിച്ചും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അയാളുടെ വ്യത്യസ്തമായ ഡൈവേർജൻ്റ് ആയിട്ടുള്ള തിങ്കിങ്, അയാളുടെ ചിന്തകളിലൂടെ അത് അവതരിപ്പിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഈ വ്യത്യസ്തമായ ആശയങ്ങളെ എങ്ങനെയാണ് സാഹിത്യ രൂപമാക്കി മാറ്റുക എന്നതൊരു മികച്ച ഉദാഹരണമാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. നമുക്ക് പ്രസക്തി തോന്നും, നമുക്ക് ചിലപ്പോൾ ഇത് ഈ കാലഘട്ടത്തിന് പ്രസക്തി തോന്നുന്ന ഒരു ആശയമാണോ എന്നൊക്കെ സംശയമുണ്ടെങ്കിലും ഈ ഒരു എസ്സേ വ്യത്യസ്തമായ ആശയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാം അതിന് വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ് ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്. ഇതൊരു വസ്തുതയാണ്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്, ഒരിക്കൽ പോലും നടക്കുവാനായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. നടക്കുവാനായിട്ട് ഐ ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ വാക്സ്, പക്ഷേ എന്നെ മറ്റു പലരും നടക്കാനായി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ടില്ല, പക്ഷേ എന്നെ മറ്റു പലരും നടക്കാനായിട്ട് കമ്പാനിയൻഷിപ്പിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് അനദർ മാറ്റർ, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് ഒരാൾ സ്വയം ചിന്തിച്ച് എങ്ങനെയാണ് നടക്കാൻ പോകുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈവൻ വൈൽ ഐ ട്രോട്ടഡ് പ്രാറ്റ്ലിംഗ് ഇൻ മൈ നഴ്സസ് സൈഡ്, ഈവൻ വൈൽ ഐ ട്രോട്ടഡ് എന്ന് പറഞ്ഞാൽ പിച്ച വെച്ച് നടക്കുക എന്നാണ്. പ്രാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു പിള്ളേർ പിള്ളവർത്തമാനം പറയുന്ന രീതിയാണ് പ്രാറ്റ്ലിംഗ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത്, പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്, അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ആയയുടെ വശത്തുകൂടി നടക്കുന്ന സമയത്ത് പോലും I regretted the good old days when I had a perambulator. പ്രാംബുലേറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്ന കുഞ്ഞു സൈക്കിളിനെയാണ് പ്രാംബുലേറ്റർ എന്ന് പറയുന്നത്. ഐ റിഗ്രറ്റഡ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ് വെൻ ഐ ഹാഡ് എ പ്രാംബുലേറ്റർ. ഞാനൊരു പ്രാംബുലേറ്ററിൽ എന്നെ കുഞ്ഞുനാളിൽ ഇരുത്തിക്കൊണ്ട് പോയിരുന്ന കാലത്ത് പോലും ഞാൻ വിഷമിച്ചിരുന്നു, ഖേദിച്ചിരുന്നു. റിഗ്രറ്റഡ്, കാരണം എന്നെ അപ്പോഴും മറ്റുള്ളവരാണ് നയിച്ചു കൊണ്ടുപോയിരുന്നത്. ആൻഡ് വാസിൻറ്റ് എ പ്രാംബുലേറ്റർ. വാസിൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാംബുലേറ്റർ ഇല്ലാതിരുന്ന സമയത്ത് പോലും ഞാൻ മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുപോകേണ്ട പണി ഏറ്റെടുക്കുകയുണ്ടായി. അതിലെനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. When I grew up, it seemed to me that the one advantage of living in London was that nobody ever wanted me to come out for a walk. പക്ഷേ ഞാൻ വളർന്നു കഴിഞ്ഞിട്ട് ലണ്ടനിൽ താമസിക്കുന്ന സമയത്ത് ലണ്ടൻ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്നെ ആരും നടക്കാനായിട്ട് ക്ഷണിക്കാറില്ല എന്നതാണ്. അതായത് നഗരപ്രദേശത്തിൽ, ലണ്ടൻ നഗരത്തിൽ ഞാൻ താമസിക്കുമ്പോൾ എന്നെ ആരും ഇതിനു വേണ്ടി ക്ഷണിക്കാറില്ല. പക്ഷേ ഗ്രാമപ്രദേശത്തിലായിരിക്കുന്ന സമയത്ത്, ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലാണെങ്കിൽ അവിടെ പലരും എന്നെ നടക്കാനായിട്ട് ക്ഷണിക്കാറുണ്ടായിരുന്നു. ലണ്ടൻസ് വെരി ഡ്രോബാക്സ്, ലണ്ടൻ്റെ കുറേ ഡ്രോബാക്ക്, അതിൻ്റെ കുറവുകൾ. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻഡ്ലെസ് നോയ്സ് ആൻഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ തിരക്ക്.
എന്നാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും അവസാനിക്കാത്ത ശബ്ദമുഖരിതമായ തിരക്ക് പിടിച്ചൊരു നഗരമാണ് ലണ്ടൻ. ഇറ്റ്സ് സ്മോക്കി എയർ, അന്തരീക്ഷ വായു എപ്പോഴും പുക നിറഞ്ഞിരിക്കും. ദ സ്ക്വാലർ ആംബുഷ്ഡ് എവരിവെയർ ഇൻ ഇറ്റ്, അവിടെ എല്ലായിടത്തും. സ്ക്വാലർ മീൻസ് വൃത്തികേട് എന്നാണ്, ഡേർട്ടി കണ്ടീഷൻ, അതിനെയാണ് സ്ക്വാലർ എന്ന് പറയുന്നത്. ആംബുഷ്ഡ് മീൻസ് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക എന്നാണ് ആംബുഷ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നത് വൃത്തികേടുകളാണ്. ലണ്ടൻ നഗരത്തിൻ്റെ എവിടെയും ഒളിച്ചിരിക്കുന്നത് പല പല രീതിയിലുള്ള വൃത്തികേടുകളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നടക്കുവാനായിട്ട് ആരും ആ ലണ്ടൻ നഗരത്തിൽ താമസിക്കുമ്പോൾ വിളിക്കാറില്ലായിരുന്നു. അസ്യൂംഡ് ദിസ് വൺ ഇമ്മ്യൂണിറ്റി, അതുകൊണ്ടാണ് എന്നെ ആരും നടക്കാൻ വിളിക്കാതിരുന്നത്. അതിനുള്ള ഇമ്മ്യൂണിറ്റി, അതായത് എന്നെ ആരും നടക്കാൻ ക്ഷണിക്കുന്നതിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി, അതിൻ്റെ എതിരെയുള്ള പ്രതിരോധം എനിക്ക് ലഭിച്ചത്. അഷ്വേർഡ് ദിസ് വൺ ഇമ്മ്യൂണിറ്റി. വെനവർ ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ കൺട്രി, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഗ്രാമപ്രദേശത്തിൽ കഴിയുമ്പോൾ, ഐ ന്യൂ ദാറ്റ് അറ്റ് എനി മൊമെൻറ്റ്, ഏത് നിമിഷവും എനിക്കറിയാവുന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അൺലെസ് റെയിൻ വെയർ ആക്ച്വലി ഫാളിങ്, മഴ യഥാർത്ഥത്തിൽ താഴേക്ക് വരാത്ത സമയത്തെല്ലാം, സം മാൻ മൈറ്റ് സഡൻലി സേ കം ഔട്ട് ഫോർ എ വാക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യന്, ഗ്രാമപ്രദേശത്തുള്ള മനുഷ്യൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലേക്ക് എന്നോട് ചോദിക്കും, കം ഔട്ട് ഫോർ എ വാക്ക്, വരൂ നമുക്ക് നടക്കാൻ പോകാമെന്ന് പറയും. ഇൻ ദാറ്റ് ഷാർപ്പ് ഇമ്പറേറ്റീവ് ടോൺ, അദ്ദേഹം എന്നോട് പറയുന്നത് വളരെ ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡിങ് എന്നാണ്, ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ എന്നോട് പറയും. എനിക്ക് നടക്കാൻ ഒട്ടും താല്പര്യമില്ല, എന്നാലും അയാൾ എന്നോട് ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ പറയും നമുക്ക് നടക്കാൻ പോകാമെന്ന്. വിച്ച് ഹി വുഡ് നോട്ട് ഡ്രീം ഓഫ് യൂസിങ് ഇറ്റ്, അയാൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു കമാൻഡിങ് ടോൺ എൻ്റെ നേരെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചല്ല പറയുന്നത്. പക്ഷേ പറയുമ്പോൾ അറിയാതെ അയാൾ എന്നോട് കമാൻഡിങ് ടോൺ ഉപയോഗിച്ചിരിക്കും, നമുക്ക് നടക്കാൻ പോകാമെന്ന് പെട്ടെന്ന് അയാൾ പറയും. People seem to think there is something inherently noble and virtuous in the desire to go for a walk. ജനങ്ങൾ പലപ്പോഴും അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, there is something inherently noble, എന്തോ ഒരു പ്രത്യേക തരം ഇൻഹറൻ്റ്ലി നോബിൾ ആയിട്ടുള്ള, വെർച്വസ് ആയിട്ടുള്ള, നന്മ നിറഞ്ഞ, മഹത്വപൂർണ്ണമായ എന്തോ ഒരു പ്രവൃത്തിയാണ് വെളിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതെന്തോ മഹത്വമുള്ള പ്രവൃത്തിയാണെന്നാണ് ആളുകൾ പൊതുവെ കാണുന്നത്. എനി വൺ ദസ് desirous feels that he has a right to impose his will on whomever he sees comfortably settled in an armchair reading. ഇങ്ങനെ നടക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വിചാരമുണ്ട്. അവരുടെ ആഗ്രഹം എന്താണ്? he has a right to impose his will on whomever he sees comfortably settled in an armchair and reading. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ അയാളുടെ വീടിൻ്റെ വരാന്തയിൽ ചാരുകസാലയിൽ ഇങ്ങനെ എന്തെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ നിർബന്ധിച്ച് നടത്താനായിട്ട് വിളിച്ചുകൊണ്ട് പോകണം എന്ന് ഈ സാധാരണ ഗ്രാമപ്രദേശത്തിലെ ചില നടക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ചിന്തിക്കാറുണ്ട്. അതായത് അവർ ഒരാൾക്ക് നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ അവിടെ ചുമ്മാ ഇരിക്കുന്ന ഒരാളെ കൂടെ വിളിച്ചുകൊണ്ടങ്ങ് പോകും. അയാൾക്ക് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് നടക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും. ഇറ്റ് ഈസ് ഈസി ടു സേ സിംപ്ലി നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട്. ഒരു പഴയ സുഹൃത്തിനോട്, നല്ല പഴക്കമുള്ളൊരു സുഹൃത്തിനോട് നമുക്ക് മുഖത്തടിച്ച് നോ എന്ന് പറയാൻ കഴിയും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ മിയർ അക്വൈൻറ്റൻസ്, ഒരു പരിചയക്കാരൻ, അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയക്കാരൻ, അക്വൈൻറ്റൻസ് ആണ് പിന്നീട് ഫ്രണ്ട്ഷിപ്പായിട്ട് മാറുന്നത്. ഒരു വെറും പരിചയക്കാരനോട് വാണ്ട്സ് സം എക്സ്ക്യൂസ്, അങ്ങനെ ഒരാളോട് നമ്മൾ ഒരിക്കലും നോ എന്ന് മുഖത്തടിച്ച് പറയില്ല. പകരം മറ്റെന്തെങ്കിലും, അയാളുടെ ഈ നടക്കാൻ പോകാൻ ക്ഷണിക്കുമ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റെന്തെങ്കിലും എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. എന്തൊക്കെയായിരിക്കും അത്? ഐ വിഷ് ഐ കുഡ്, എനിക്ക് നിങ്ങളോടൊപ്പം വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നത്തിങ് എവർ അക്കോസ് ടു മീ എക്സെപ്റ്റ്, എല്ലായ്പ്പോഴും ഞാൻ മറ്റു പല കാരണങ്ങളും അന്വേഷിക്കാറുണ്ടെങ്കിലും ഈ ഒരു കാരണം ഒഴികെ എൻ്റെ മനസ്സിലേക്ക് മറ്റൊന്നും വരാറില്ല, എൻ്റെ നാവിലേക്ക്. ഇങ്ങനെയായിരിക്കും ഞാൻ എല്ലായ്പ്പോഴും എന്നെ വന്ന് വിളിക്കുന്ന ആളുകളോട് പറയുക. ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ്, എനിക്ക് കുറച്ച് എഴുത്തുകൾ തയ്യാറാക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നോളൂ, ഞാൻ വരുന്നില്ല എന്ന് സ്ഥിരമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. ദിസ് ഫോർമുല ഈസ് അൺസാറ്റിസ്ഫാക്ടറി ഇൻ 3 ways. ഈ ഒരു ഫോർമുല ഇങ്ങനെ എടുത്തടിച്ച് അക്വൈൻറ്റൻസ് ഉള്ള ആളുകളോട് പറയാൻ എനിക്ക് ലെറ്റർ എഴുതാനുണ്ടെന്ന് പറയുന്ന ഈ ഒരു രീതി അൺസാറ്റിസ്ഫാക്ടറിയാണ്. അത് സംതൃപ്തമായ ഒരു രീതിയല്ല, സംതൃപ്തി നിറഞ്ഞ ഒരു രീതിയല്ല. 3 തരത്തിൽ. എന്തൊക്കെയാണത്? ഇറ്റ് ഈസ് ഇൻറ്റ് ബിലീവ്ഡ്, ഇത് എന്നെ നടക്കാൻ വിളിക്കുന്ന ആൾ വിശ്വസിക്കില്ല. ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ ടു ഗോ ടു റൈറ്റിംഗ് ടേബിൾ ആൻഡ് സിറ്റ് ഇംപ്രവൈസിങ് എ ലെറ്റർ ടു സംബഡി അണ്ടിൽ ദ വാക്ക് മോങ്കർ ഷാൽ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദ റൂം.
എന്നെ നടക്കാൻ വിളിക്കുന്ന ആൾ, ആ വാക്ക് മോങ്കർ എന്ന് പറഞ്ഞാൽ ഈ നടക്കാൻ നിർബന്ധിക്കുന്ന ആളെയാണ് വാക്ക് മോങ്കർ. നോൺ ഹൂ ഫോഴ്സസ് സംബഡി ടു വാക്ക്, അതിനെയാണ് വാക്ക് മോങ്കർ. അങ്ങനെയുള്ള ആളുകളെ കളിയാക്കി വിളിക്കുന്നതാണ്. ഈ നടക്കാൻ ഭ്രാന്തുള്ള ആൾ, അയാൾ ഈ എൻ്റെ റൂമിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് വരെ, ലംബോർഡ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഔട്ട് ഓഫ് ദി റൂം എന്നാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് വരെ ഞാൻ എന്തെങ്കിലും ലെറ്റർ എഴുതുന്നതായിട്ട് അയാളുടെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരും. അതുകൊണ്ട് രണ്ടാമത്തെ രീതിയിലും ഈ നുണ പറച്ചിൽ ശരിയാകുന്ന ഒന്നല്ല. ഇറ്റ് വോണ്ട് ഓപ്പറേറ്റ് ഓൺ സൺഡേ മോർണിംഗ്സ്. അതുപോലെ സൺഡേ രാവിലെ എനിക്ക് ഈ ലെറ്റർ എഴുതാനുണ്ട് എന്ന നുണ പറയാൻ പറ്റുകയുമില്ല. ദർ ഈസ് നോ പോസ്റ്റ് ഔട്ട് ടിൽ ദിസ് ഈവനിങ്. കാരണം എന്താണ്, അന്ന് മുഴുവൻ തപാൽ ഓഫീസ് അവധിയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ലെറ്റർ പോസ്റ്റ് ചെയ്യാനും കഴിയില്ലല്ലോ. clinches the matter that controls the finalizes the matter. Clinches means finalizes the matter. അതുകൊണ്ട് ഞാൻ അയാളുടെ പിന്നീട് നടക്കാൻ പോകേണ്ടി വരും. ആൻഡ് യു മേ ആസ് വെൽ ഗോ ക്വയറ്റ്ലി. നിങ്ങൾക്കും അയാളോടൊപ്പം നിശബ്ദമായി നടക്കാൻ പോകേണ്ടി വരും. Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. Walking for walking, നടക്കാൻ വേണ്ടി നടക്കുക, വാക്കിംഗ് സേക്ക്, നടക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് നടക്കുക, മേ ബി ആസ് ഹൈലി ലോഡബിൾ മീൻസ് അഡ്മയറബിൾ, പ്രശംസനീയം എന്നാണ് അർത്ഥം. ആൻഡ് എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നത്, എ തിങ് എല്ലാവരും അംഗീകരിക്കുന്നത്, എ തിങ് അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്നതും വളരെ എല്ലാവരും പ്രശംസിക്കുന്നതുമായൊരു സംഗതിയാണ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. കാരണം ആർക്കാണ്? ആസ് ഇറ്റ് ഈസ് ഹെൽഡ് ടു ബി ബൈ ദോസ് ഹു പ്രാക്ടീസ്. എല്ലാ ദിവസവും നടക്കാൻ പോകുന്നവർക്ക് അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഈ നമ്മുടെ എഴുത്തുകാരന് അതൊരു ശല്യമായിട്ടാണ് തോന്നുന്നത്. മൈ ഒബ്ജെക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. കാരണം ഇദ്ദേഹം പറയുന്ന ഒരു റീസൺ ഇതാണ്. പേഴ്സണൽ എസ്സേയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തു വേണമെങ്കിലും നമുക്ക് യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ എഴുതാൻ പറ്റും. മൈ ഒബ്ജെക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. നടക്കാൻ പോകുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നിർത്തിക്കളയും. അതായത് ഒരാളുടെ ബുദ്ധി പിന്നെ പ്രവർത്തിക്കില്ല നടക്കുന്ന സമയത്ത് എന്നാണ് ഇദ്ദേഹം എതിർക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. മെനി എ മാൻ ഹാസ് പ്രൊഫസ്ഡ് ടു മീ ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്ക്സ് സോ വെൽ ആസ് വെൻ ഹീ ഈസ് സ്വിങ്ങിങ് along the high road over hill and dale. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങനെ റോഡിലൂടെ ഹൈ റോഡിലും ഓവർ ഹില്ലും മലമുകളിലും അതുപോലെ വാലി, ഡെയിൽ എന്ന് പറഞ്ഞാൽ വാലി, താഴ്വരകളിലൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നേരാവണ്ണം നടക്കാറില്ല എന്ന്. ദിസ് ബോസ്റ്റ് ഈസ് നോട്ട് കൺഫേംഡ് by my memory of anybody who on a Sunday morning has forced me to partake of his adventure. ഈ ഒരു പൊങ്ങച്ചം പറച്ചിൽ, ഈ തലച്ചോറ് പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന ഈ പൊങ്ങച്ചം പറച്ചിൽ ഞാനും ശരിവെക്കുന്ന ഒന്നാണ്. എൻ്റെ ഓർമ്മയിലും അത് ശരിവെക്കുന്ന ഒന്നാണ്. കാരണം ഏതെങ്കിലും ഒരു സൺഡേ മോർണിംഗിൽ, ഞായറാഴ്ച രാവിലെ എന്നെ നടക്കാൻ ബലമായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അയാളുടെ അഡ്വഞ്ചർ എന്ന് പറയുന്ന, വാക്കിംഗ് എന്ന് പറയുന്ന അഡ്വഞ്ചറാണ്, രാവിലെയുള്ള നടത്തം. ആ നടത്തിന് എന്നെക്കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, നടക്കുമ്പോൾ അവരുടെ തലച്ചോറ് ശരിയായി പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നലുണ്ടാകും. Experience teaches me that whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on a hearthrug quickly leaves him when he takes one out for a walk. എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് മീ, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, വാട്ട് എവർ എ ഫെലോ ഗസ്റ്റ് മേ ഹാവ് ഓഫ് ദ പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ്. ഒരു വ്യക്തി, ആ മനുഷ്യൻ നല്ലവണ്ണം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും മറ്റുള്ളവരെ അമ്യൂസ് ചെയ്യിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യൻ എന്നെ ഒന്ന് നടക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, വെൻ ഹീ സിറ്റിംഗ് ഓൺ എ ചെയർ ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹെർത്ത് റഗ് എന്ന് പറഞ്ഞാൽ നെരിപ്പോട്, അങ്ങനെ നല്ല തലയ്ക്ക് വെളിവുള്ള ഒരാളായിട്ട് ഹെർത്ത് നെരിപ്പോടിൻ്റെയും അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴും പെരുമാറുന്ന ഒരാൾ, അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറും. ക്വിക്ലി ലീവ്സ് ഹിം വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്. ഒരു ആളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അതുവരെയുള്ള അയാളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് മാറും.
പിന്നീട് അയാൾ പറയുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും നടക്കുമ്പോൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദ ഐഡിയാസ് ദാറ്റ് കെയിം സോ തിക്ക് ആൻഡ് ഫാസ്റ്റ് ഹിം ഇൻ എനി റൂം വേർ ആർ ദേ നൗ. ഇത്രയും നേരം അയാളുടെ തലച്ചോറിലേക്ക് വന്നുകൊണ്ടിരുന്ന സോളിഡ് ആയിട്ടുള്ള തിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള പല ഐഡിയാസും ഒക്കെ, റൂമിനകത്തായിരുന്ന സമയത്തുണ്ടായിരുന്ന ഐഡിയാസൊക്കെ, അതൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ എന്ന് പറയുന്നത് നടക്കാൻ ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാളുടെ തലച്ചോറിനകത്തുനിന്ന് വരുന്ന അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും വളരെ ഇറാഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. വെർ ഇസ് ദ എൻസൈക്ലോപീഡിയ നോളജ് വിച്ച് ഹി ബോർ സോ ലൈറ്റ്ലി. ഈ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ അഖില വിജ്ഞാനകോശം, സർവ്വവിജ്ഞാനകോശം എന്നാണ്. അത്രയും അറിവ് ഒരാൾ റൂമിനകത്തിരുന്ന് അല്ലെങ്കിൽ ചെയറിലിരുന്ന് സംസാരിക്കുമ്പോൾ അറിവുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ അയാളുടെ ഈ അഖില വിജ്ഞാനകോശം, സർവ്വവിജ്ഞാനകോശം പോലത്തെ അയാളുടെ അറിവെല്ലാം എവിടേക്കാണ് പോയി മറയുക? പിന്നീട് അയാൾ സംസാരിക്കുന്നതെല്ലാം വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളുമായി മാറുന്നത് എങ്ങനെയാണ് നടക്കുമ്പോൾ? വേറെ kindling fancy that played like summer lightning over any topic that was started. എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരു സമ്മർ ലൈറ്റ്നിങ് പോലെ, അതായത് വേനൽക്കാലത്തുണ്ടാകുന്ന മിന്നൽ പിണർ പോലെ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നതൊക്കെയും നടക്കാൻ തുടങ്ങുന്ന സമയത്ത്, അത് വീട്ടിനകത്തായിരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് ലോജിക്കലായിട്ട്. പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം അപ്രത്യക്ഷമാകും. അതൊക്കെ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിവൈഭവം ഇപ്പോൾ കാണുന്നില്ലല്ലോ. ദ man's face that was so mobile is set now. Mobile means moving എന്നാണ് അർത്ഥം. ഇതുവരെ അദ്ദേഹത്തിൻ്റെ മുഖം റൂമിനകത്തും വീട്ടിനകത്തും നിൽക്കുമ്പോൾ നല്ലവണ്ണം ചലിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുടെ മുഖം ഇപ്പോൾ ഗൗരവപൂർണ്ണമാകും. സെറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റിഫാകും. ഗോൺ ഈസ് വിത്ത് ദ ലൈറ്റ് ഫ്രം ഹിസ് ഫൈൻ ഐസ്. അയാളുടെ കണ്ണുകളിലുണ്ടായിരുന്ന പ്രകാശം നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നഷ്ടപ്പെടും. ഈ സെയ്സ് ദാറ്റ് അവർ ഹോസ്റ്റ്, എൻ്റെ വീട്ടുടമസ്ഥനായ ഒരാൾ, ഈ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയുന്ന രീതിയാണ്. ഹീ സേസ് ദാറ്റ് എന്ന് പറയുന്ന അവർ ഹോസ്റ്റ്, നമ്മുടെ ആതിഥേയ, ഈസ് എ thoroughly ഗുഡ് ഫെലോ, കംപ്ലീറ്റ്ലി ഗുഡ് ഫെലോ, നല്ലൊരു സ്ത്രീയാണെന്നാണ്, നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഒരു 50 yards ഫർദർ ഓൺ, ഒരു 50 യാർഡ് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ he adds that A is one of the best fellows he has ever met. ഒരു 50 യാർഡ് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഇയാൾ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളെക്കുറിച്ച് വീണ്ടും പറയും, നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അല്ലേ എന്ന് വീണ്ടും പറയും. വി ട്രാമ്പ് അനദർ ഫർലോങ് ഓർ സോ. ഞങ്ങൾ വീണ്ടും, ഈ ട്രാമ്പ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിച്ച് നടക്കുക, അതിനെയാണ് ട്രാമ്പ് എന്ന് പറയുക, വാക്കെന്നാണ് അർത്ഥം. അനദർ ഫർലോങ്, ഒരു ഫർലോങ്ങും കൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഹീ സേസ് ദാറ്റ് മിസ്സിസ് എ ഈസ് എ ചാമിങ് വുമൺ. നമ്മളുടെ ആതിഥേയായ എന്ന് പേരുള്ള സ്ത്രീ വളരെ മനോഹരിയായൊരു സ്ത്രീയാണല്ലോ, വളരെ ചാമിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ എന്ന് പറയും. ഇങ്ങനെ ഒരേ കാര്യം തന്നെയായിരിക്കും നമ്മൾ നടത്തത്തിനിടയിൽ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് നടത്ത എന്ന് പറയുന്നത് ഒരു നല്ല ആരോഗ്യകരമായൊരു പ്രവൃത്തി ആണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്. Presently he adds that she is one of the most charming women he has ever known. ഇപ്പോൾ അയാൾ പറയുന്നത് എന്താണ്? മിസ്സിസ് എന്ന് പറയുന്ന ആ സ്ത്രീ, നമ്മുടെ വീട്ടുടമസ്ഥ, അവളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സുന്ദരിയായ സ്ത്രീ. ഇങ്ങനെ ഒരേ കാര്യം പല രീതിയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നടത്തത്തിനിടയിൽ അതാണ് ഇദ്ദേഹം തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. വി പാസ് ആൻഡ് ഇൻ, നമ്മൾ നടന്നു പോകുമ്പോൾ, ഞാനും അയാളും കൊണ്ട് നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു ഇൻ സത്രം കടന്നു പോകും. ഹി റീഡ്സ് റാപ്പിഡ്ലി അലൗഡ് ടു മീ. ആ സമയത്ത് അയാൾ ഉറക്കെ എന്നോട് വിളിച്ചു പറയും, ദ കിങ്സ് ആംസ് ലൈസൻസ്ഡ് സ്റ്റെൽസ് എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിലെ വാചകങ്ങൾ, കിങ്സ് ആംസ് ലൈസൻസ്ഡ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ്. ആ കിങ്സ് ആംസ് എന്ന് പറയുന്നത് അവിടെയുള്ള കടയുടെ പേരാണ്. അത് ഉറക്കെ വായിക്കും. അതിനകത്ത് താഴെ എഴുതിയിരിക്കുന്ന സ്പിരിറ്റ് വിൽക്കാൻ, മദ്യം വിൽക്കാൻ ലൈസൻസിലുള്ള ഒരു കടയാണ് ഇത് എന്ന് എഴുതിയിരിക്കുന്നത് ഉറക്കെ വായിക്കും. ഐ ഫോർസീ ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വാക്ക് ഹി വിൽ റീഡ് അലൗഡ് എനി ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ്. ഞാൻ മുൻകൂട്ടി കാണുന്നത്, മുൻകൂട്ടി കാണുന്നത് ഇയാൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മൊത്തവും എന്തെങ്കിലും എഴുതിയിൽ റോഡിൻ്റെ അരിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉറക്കെ വായിച്ചുകൊണ്ടാകും പോകുന്നത്. വി പാസ് എ മൈൽ സ്റ്റോൺ. ഞങ്ങളൊരു മൈൽ സ്റ്റോൺ കടന്നു പോകുകയാണ്. ആ സമയത്ത് ഈ പോയിൻ്റ് അറ്റ് വിത്ത് ഹിസ് സ്റ്റിക്ക്, അയാളുടെ കയ്യിലിരിക്കുന്ന വടി ചൂണ്ടിക്കൊണ്ട് പറയും, അക്സ് മിനിസ്റ്റർ 11 miles.
അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്, അത് ഉറക്കെ വായിക്കും. അങ്ങനെ വി ടേൺ എ ഷാർപ്പ് കോർണർ അറ്റ് ദ ഫൂട്ട് ഓഫ് എ ഹിൽ. ഒരു കുന്നിൻ ചെരുവിലെ വളവിൽ ഷാർപ്പ് കോർണറിൽ ഞങ്ങൾ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ഹീ പോയിൻറ്റ്സ് അറ്റ് ദ വാൾ, അവിടുത്തെ ചുവരിലേക്ക് ചൂണ്ടിയിട്ട് അയാൾ പറയും, ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഹെഡ്ജ് ബോർഡറിങ് ദ ഹൈ റോഡ് എ സ്മോൾ നോട്ടീസ് ബോർഡ്. അവിടെയുള്ള റോഡിൻ്റെ മറുവശത്തുള്ള ഒരു സ്മോൾ നോട്ടീസ് ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ അതും വായിക്കും. ഡ്രൈവ് സ്ലോലി എന്നെഴുതി വച്ചിരിക്കുന്നതും വായിക്കും. ഈ സീസ് ഇറ്റ് ടു, അയാളും അത് കാണുന്നുണ്ട്, ബാക്കിയുള്ളവരും അത് കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉറക്കെ വായിച്ചു കൊണ്ടായിരിക്കും ഈ നടക്കുന്ന മനുഷ്യൻ സാധാരണ നടക്കാറുള്ളത്. ഇതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് നടക്കുമ്പോൾ ഒരാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്ന്. ഹി കീപ്സ് ഹിസ് ഐസ് ഓൺ ഇറ്റ് ആൻഡ് ഡ്യൂ കോഴ്സ് ട്രസ്പാസേഴ്സ് ഹി സേസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. പുവർ മാൻ മെൻ്റലി എ റെക്ക്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന നോട്ടീസ്, അവിടെ എഴുതിയിരിക്കുന്നു ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതും വായിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്ന നോട്ടീസുകളെല്ലാം വായിച്ചു പോകുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ എഴുത്തുകാരന് തോന്നുന്നത് എന്താണ്? പൂർ മാൻ, ഒരു പാവം മനുഷ്യൻ തന്നെ, മെൻ്റലി റെക്ക്, മാനസികമായി തകർന്നു പോയ മനുഷ്യനാണ്, ഇയാൾക്ക് ഭ്രാന്തായിപ്പോയല്ലോ എന്ന് ആലോചിക്കും. കാരണം എന്താണ്? ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇയാൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉറക്കെ വായിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ഉറക്കെ വായിച്ചുകൊണ്ടാണ് തൻ്റെ സുഹൃത്ത് ഈ അക്വൈൻറ്റഡ് ആയിട്ടുള്ള ആൾ നടക്കുന്നത്. ലഞ്ചൺ അറ്റ് ദ ഏസ് ഹവർ സാൽസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. അയാൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് തിരിച്ച് ഈ സുഹൃത്ത് വീട്ടിലെത്തുമ്പോൾ ഹവർ സാൽസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. അയാൾ അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ഈ മാനസിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടും. സാൽസ് എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ എന്നാണ്, രക്ഷപ്പെടും എന്നാണ്. കാരണം എന്താണ്? അപ്പോൾ അയാൾ വീട്ടിനകത്താണ്, നടക്കുകയല്ല. അപ്പോൾ അയാളുടെ ബുദ്ധി എല്ലാം വളരെ ഫുൾ സെയിലാകും എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ കൃത്യമായ പ്രവർത്തന രീതിയിലാകും. നല്ല ഒഴുക്കോടുകൂടി അയാൾ സംസാരിക്കുന്നതെല്ലാം സെൻസിബിളായി മാറും. ബിഹോൾഡ് ഹിം ഓൺസ് മോർ ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. അയാളെ വീണ്ടും നമ്മൾ അടുത്തോട്ട് ചേർത്ത് നിർത്തുന്നു. കാരണം എന്താണ്? അയാൾ വളരെ സെൻസിബിളായിട്ട് സംസാരിക്കുകയും അയാൾ വളരെ നന്നായിട്ട് പെരുമാറുകയും ചെയ്തുകൊണ്ട് തന്നെ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി, അവിടെ ഉച്ചയ്ക്ക് നടക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് അയാൾ മാറും. ഷുവർലി ഹീ വിൽ നെവർ ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ് ഗോ ഔട്ട് ഫോർ അനദർ വാക്ക്. അയാൾ ഇന്ന് രാവിലെ നടന്ന ആ കൈപ്പേറിയ അനുഭവം പഠിച്ചതിന് ശേഷം ഇനി ഒരിക്കലും വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങില്ല എന്ന് എനിക്ക് തോന്നും. പക്ഷേ ആൻ അവർ ലേറ്റർ, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഐ സീ ഹിം സ്ട്രൈഡിങ് ഫോർത്ത്. അയാൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങുന്നത് കാണാം. വിത്ത് എ ന്യൂ കമ്പാനിയൻ, ഒരു പുതിയൊരു കൂട്ടുകാരനുമായിട്ട്. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്. അയാൾ നടന്നു പോകുന്നത് ഞാൻ നോക്കി നിൽക്കും, എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ. ഐ നോ വാട്ട് ഹീ ഈസ് സേയിങ്. എനിക്കറിയാം അയാൾ നടക്കുമ്പോൾ എന്താ പറയുന്നതെന്ന്, കാരണം എനിക്കത് സങ്കല്പിക്കാൻ കഴിയും. ഹീ സേയിങ് ദാറ്റ് ഐ ആം റാദർ എ ഡൾ മാൻ ടു ഗോ ഫോർ എ വർക്ക് വിത്ത്. അയാൾ പറയുന്നുണ്ടാവുക, എന്നോടൊപ്പം നടക്കുന്നത് വളരെ വിരസമായ ഒരു കാര്യമാണ്, ഞാനൊരു വിരസനായ മനുഷ്യനാണ്, ബോറായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബോറനായിരിക്കും എന്നായിരിക്കും അയാൾ തൻ്റെ കൂട്ടുകാരനോട് പറയുക. He will presently add that I am one of the dullest men he ever went for a walk with. അയാൾ ഒരുപക്ഷെ വീണ്ടും കുറച്ച് ദൂരം നടക്കുമ്പോൾ എന്നെക്കുറിച്ച് പറയുന്നത് അയാൾ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പരമ ബോർനായ മനുഷ്യനായിരിക്കും ഞാനെന്നായിരിക്കും. ദെൻ ഹീ വിൽ ഡിവോട്ട് ഹിംസെൽഫ് ടു റീഡിങ് ഔട്ട് ദ ഇൻസ്ക്രിപ്ഷൻസ്. അങ്ങനെ പറഞ്ഞിട്ട് പഴയതുപോലെ വീണ്ടും അയാളുടെ സമയം ആ റോഡിൻ്റെ അരികിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ്, പരസ്യവാചകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കും. വീണ്ടും ഇങ്ങനെ വായിക്കുന്നതിൻ്റെ കാരണം ഇയാൾ ബുദ്ധിമാനല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നടത്ത എന്ന് പറയുന്ന ആ പ്രവൃത്തി ഒരാളുടെ തലച്ചോറിൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കി കളയും എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ ഹാസ്യരൂപേണ നർമ്മരൂപത്തിൽ പറയുന്നത്. How comes it, this immediate deterioration in those who go walking for walking sake? എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടി നടക്കുന്നവരുടെ മനസ്സിൽ, അവരുടെ തലച്ചോറിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത്? ഡൗൺഫാൾ, ഡിറ്റീറിയേഷൻ എന്ന് പറഞ്ഞാൽ അപജയം ഉണ്ടാകുന്നത്, ഡൗൺഫാൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് വാട്ട് ഹാപ്പൻസ്, എന്താ സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്കൽറ്റീസ് ഈസ് എ മാൻ അർജ്ഡ് ടു ദിസ് എൻ്റർപ്രൈസ്. He is urged evidently by something in him that transcends reason, by his soul, I presume. ഞാൻ കരുതുന്നത് അയാളുടെ ട്രാൻസെൻഡ് എന്ന് പറഞ്ഞാൽ മറികടക്കുക, അയാളുടെ റീസണിങ് കപ്പാസിറ്റി അയാളുടെ ആത്മാവ് മറികടക്കുന്നതായിരിക്കും. അതായത് ആത്മാവായിരിക്കും അയാളെ നടക്കാനായിട്ട് പ്രേരിപ്പിക്കുക, അയാളുടെ ശരീരമായിരിക്കില്ല. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ ദാറ്റ് റാപ്സ് ഔട്ട് ദ ക്യുക്ക് മാർച്ച്. യെസ്, അതെ, ഇയാളുടെ ആത്മാവായിരിക്കും ഇയാളോട് പറയുക ക്യുക്ക് മാർച്ച്, പെട്ടെന്ന് നടക്കൂ എന്ന ഉത്തരവ് കൊടുക്കുക ടു ദ ബോഡി.
അയാളുടെ ശരീരത്തിന് കൊടുക്കുക. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടുമ്പോഴായിരിക്കും ആ ശരീരം നടക്കുക. ഹാൾട്ട്, സ്റ്റാൻഡ് അറ്റ് ഈസ്. എന്നിട്ട് ആത്മാവ് പറയും നിൽക്കൂ, എന്നിട്ട് നിങ്ങൾ സ്റ്റാൻഡ് അറ്റ് ഈസിലാവൂ, നിങ്ങളുടെ കാലുകൾ റെസ്റ്റ് ഇൻ പീസിലാക്കൂ എന്ന് പറയുമ്പോൾ ബോഡി നിൽക്കുകയും ചെയ്യും. ഇൻ്റർപോസസ് ദ ബ്രെയിൻ ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ. എന്നിട്ട് സോള് പറയും ബ്രെയിനോട് ഇൻ്റർപോസസ് ദ ബ്രെയിൻ. ഇൻ്റർപോസസ് മീൻസ് ഇൻ്റർവീൻസ് എന്നാണ്, ഇടപെടുക എന്നാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടും. ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ ഇറ്റ് സേവ്ലി ആസ്ക് ദ സോൾ. സേവ്ലി ആസ്ക്, കേവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊളൈറ്റ്ലി എന്നാണ്. എന്നിട്ട് ബ്രെയിൻ വളരെ സോൾലി ആയിട്ട്, പൊളൈറ്റ്ലി ആയിട്ട്, മര്യാദയോടുകൂടി ആത്മാവിനോട് ചോദിക്കും ആൻഡ് ഓൺ വാട്ട് എറൻഡ്, ഏത് ലക്ഷ്യം, ഏതാണ് ട്രിപ്പ്, എങ്ങോട്ടാണ് പോകേണ്ടത്, ആർ യു സെൻഡിങ് ദ ബോഡി, ഈ ഒരു ബോഡിയെ നിങ്ങൾ എങ്ങോട്ടാണ് അയക്കേണ്ടത് എന്ന് തലച്ചോറ് ആത്മാവിനോട് ചോദിക്കും. നോ എറൻഡ് വാട്ട്സോ എവർ ദ സോൾ മേക്സ് ദ ആൻസർ. അപ്പോൾ ആത്മാവ് മറുപടി കൊടുക്കും. അങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ലക്ഷ്യവും ദൗത്യവും, എറാൻഡ് എന്ന് പറഞ്ഞ ദൗത്യം എന്നാണ്, അങ്ങനെയൊന്നുമില്ല. ആൻഡ് ടു നോ ഡെസ്റ്റിനേഷൻ അറ്റ് ആൾ, ഒരു ലക്ഷ്യസ്ഥാനത്തേക്കും അല്ല ഞാൻ ഇപ്പോൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു ടു ബി ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സം സട്ടിൽ അൾട്ടീരിയർ മോട്ടീവ്. ഇത് ഒരു അൾട്ടീരിയർ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള എന്തോ ഒരു പ്രവൃത്തിയായിട്ടാണ് സോള് നടപ്പിലാക്കുന്നത്. അതായത് ഇതിനകത്ത് ശരീരത്തിൽ നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന ഒരാളുടെ മനുഷ്യ ശരീരത്തിൽ അയാളുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല, പകരം അയാളുടെ ആത്മാവാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുന്നത് എന്ന് നർമ്മരൂപത്തിൽ കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ് ദ മിയർ ഫാക്ട് ഓഫ് ഇറ്റ് ഗോയിങ് സോ ഈസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് നൊബിലിറ്റി, പ്രൊബിറ്റി ആൻഡ് റഗ്ഡ് ഗ്രാൻഡ്യൂർ ഓഫ് ക്യാരക്ടർ. ഇങ്ങനെ ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട്, ഈ ശരീരം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദ മിയർ ഫാക്ട് ഓഫ് ഇറ്റ്സ് ഡൂയിങ് സോ ഇസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് നൊബിലിറ്റി. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, മാന്യത. പ്രൊബിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹൈ മോറൽ ബിഹേവിയർ എന്നാണ്, ഉയർന്ന സന്മാർഗികമായ പെരുമാറ്റം. ആൻഡ് റഗ്ഡ് ഗ്രാൻഡ്യൂർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു അർത്ഥമാണ്. ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ മഹനീയമായ പ്രവൃത്തി എന്നാണ്. റഗ്ഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കർക്കശമായ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്വഭാവ വിശേഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ നടക്കാൻ ഇറങ്ങുന്നത്. വെരി വെൽ വാഗുല ഹാവ് യുവർ ഓൺ വയൂള. അത് പറയുന്നതിൻ്റെ അർത്ഥം, അതൊരു ചൊല്ലാണ്. വെരി വെൽ സോൾ ദ വാണ്ടറർ ഹാവ് യുവർ ഓൺ വേ എന്നാണ്. വെരി വെൽ സോൾ ആത്മാവ്, വെരി ഗുഡ് ആത്മാവ്, യു ഹാവ് യുവർ ഓൺ വയൂള, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ബോഡി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ബട്ട് ഐ സേസ് ദ ബ്രെയിൻ ഫ്ലാറ്റ്ലി റെഫ്യൂസ് ടു ബി മിക്സ്ഡ് അപ്പ് ഇൻ ദിസ് ടൂം ഫൂളറി. പക്ഷേ ഞാൻ എൻ്റെ ബ്രെയിനോട് പറയും, ഇത് ഒരിക്കലും, ഈ ഒരു വിഡ്ഢിത്തം, ഫൂളറി എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം, ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കില്ല. ഐ ഷാൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ് ഈസ് ഓവർ. ഞാൻ രാവിലെ എന്ത് ചെയ്യും? ഉറങ്ങുകയാണ് ചെയ്യുക. ഐ ഷാൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ് ഈസ് ഓവർ. എൻ്റെ തലച്ചോറിനെ എഴുന്നേൽപ്പിക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും ആത്മാവ് നടത്തുമ്പോഴും ഞാൻ ഒരിക്കലും എഴുന്നേൽക്കില്ല. ഐ ഷാൽ ഗോ ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങുകയാണ് ചെയ്യുക. ദ ബ്രെയിൻ ദെൻ റാപ്സ് ഇറ്റ്സെൽഫ് അപ്പ് ഇൻ ഇറ്റ്സ് ഓൺ കൺവല്യൂഷൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ എന്നാണ്. ആൻഡ് ഫോൾസ് ഇൻ ടു എ ഡ്രീംലെസ് slumber from which nothing can rouse it till the body has been safely deposited indoors again. വീണ്ടും വീട്ടിനകത്തേക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഉറക്കത്തിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഉണർന്നെഴുന്നേൽക്കുക. മറ്റൊരു കോംപ്ലിക്കേഷനും ഞാൻ എൻ്റെ ബ്രെയിനെ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റ് ചിന്തകളിലേക്ക് ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റുകയും ഞാൻ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ നടക്കുക എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഇൻസ്റ്റിഗേഷന് വഴങ്ങിക്കൊടുക്കില്ല. Even if you go to some definite place, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ തന്നെ, ഫോർ സം ഡെഫിനിറ്റ് പർപ്പസ്, ഒരു പ്രത്യേക ആവശ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ, ദ ബ്രെയിൻ വുഡ് റാദർ യു ടു എ വെഹിക്കിൾ, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ഒരു വാഹനമായിട്ടായിരിക്കും കാണുക. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിന്റ് ഓഫ് ദിസ്. പക്ഷേ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സംഗതി അല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു ആശയമല്ല, വെറുതെ നടക്കുന്നത് പോലെ അല്ല അത്. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. It won't. While your legs are vibing with each other. Vibing എന്ന വാക്കിൻ്റെ അർത്ഥം
കോമ്പീറ്റിംഗ് എന്നാണ്. നിങ്ങളുടെ കാലുകൾ രണ്ടും പരസ്പരം മത്സരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു, എന്തെങ്കിലും ആഴത്തിലുള്ള ചിന്തകൾ നടക്കാറുണ്ടോ? നോർ ഈവൻ എനി ക്ലോസ് തിങ്കിങ്, അത് മാത്രമല്ല എന്തെങ്കിലും ചിന്തയ്ക്ക് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെങ്കിലും നമ്മുടെ തലച്ചോറിൽ നടക്കാറുണ്ടോ? ബട്ട് ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മോൾ ഓഡ് ജോബ്സ് ഫോർ യു വില്ലിംഗ്ലി. പക്ഷേ തലച്ചോറ് ഏതെങ്കിലും ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ, അപരിചിതമായ കാര്യങ്ങളെല്ലാം വില്ലിംഗ് ആയിട്ട് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും. പ്രൊവൈഡഡ് ദാറ്റ് യുവർ ലെഗ്സ് ഓൾസോ are making themselves useful, not merely bandying you about to gratify the pride of the soul. ബാൻഡിങ് മീൻസ് ആർഗ്യൂ അല്ലെങ്കിൽ തർക്കിക്കുക എന്നാണ്. നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവിനോട് തർക്കിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മോർണിംഗ് വാക്കിന് സമ്മതിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുക. I am not one of those extremists who must have a vehicle to every destination. I never go out of my way, as it were, to avoid exercise. ഞാനൊരു എക്സ്ട്രീമിസ്റ്റ് ഒന്നുമല്ല, നടത്തത്തിനെതിരെ പറയുന്നൊരു തീവ്രവാദി ഒന്നുമല്ല. ഞാനും പലപ്പോഴും നടന്നു തന്നെയാണ് പലയിടങ്ങളിലേയും പോകാറുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഐ നെവർ ഗോ ഔട്ട് ഓഫ് മൈ വേ ടു അവോയ്ഡ് എക്സർസൈസ്. ഞാൻ വ്യായാമം ഒഴിവാക്കാനായിട്ട് ഉള്ള രീതികളിലേക്ക് പോകാറുമില്ല. ഞാൻ വ്യായാമം ചെയ്യുന്ന സമയങ്ങളെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്താറുമുണ്ട്. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കം ആൻഡ് ടേക്ക് ഇറ്റ് ഓൺ ഇൻ ഗുഡ് പാർട്ട്. ഞാനിതെല്ലാം നല്ല രീതിയിലാണ് അതിനെയൊക്കെയും കണക്കാക്കുന്നത്, സ്വീകരിക്കുന്നത്. ദോസ് വാലിറ്റ്യൂഡിനേറിയൻസ് എന്ന് പറഞ്ഞാൽ വീക്ക് പേഴ്സൺ എന്നാണ്, അതായത് ആരോഗ്യമില്ലാത്ത ആളുകൾ. ഹു ആർ ഓൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ്. എല്ലായ്പ്പോഴും അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുന്ന നടത്തത്തെക്കുറിച്ചാണ്. നടത്തം ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നതിനെക്കുറിച്ചാണ്. ആൻഡ് ഇൻഡൾജിങ് in it to excess are no reason for despising it. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇതിനെ വെറുക്കുന്നതിനായിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ, വീക്ക്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, അവരിങ്ങനെ ഈ നടത്തത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കതിനെ വെറുക്കാനായിട്ടുള്ളൊരു കാരണവുമാകുന്നില്ല. ഐ ആം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ് ഇൻ മോഡറേഷൻ ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ. ഞാനും പലപ്പോഴും ചിന്തിക്കാൻ നിർബന്ധനാകാറുണ്ട്. നടത്ത എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അത് താരതമ്യേന മികച്ച ഒരു വ്യായാമം തന്നെയാണ് ഫിസിക്കലി, ശാരീരികമായി. ബട്ട് സ്പെൻഡിങ് എ ടൈം വെൻ നോ പീപ്പിൾ വിഷ് മീ ടു ഗോ ആൻഡ് സീ ദം and I have no wish to go and see anyone, and there is nothing whatever for me to do of my own premises. I never go out for a walk. പക്ഷേ ഏതെങ്കിലും ഒരു സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആളെ കാണുവാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനായിട്ട് തയ്യാറായിരിക്കുന്ന സമയത്തോ ഞാൻ എൻ്റെ സ്വന്തം പ്രിമൈസസിൽ, എൻ്റെ സ്വന്തം സ്ഥലത്ത്, എൻ്റെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ മറ്റാരെങ്കിലും എന്നെ നിർബന്ധിച്ച് നടക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ നടക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അങ്ങനെ ഒരു സമയത്ത് ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്. ഞാൻ ഒരിക്കലും പുറത്തേക്ക് നടക്കാൻ പോകില്ല മറ്റൊരാളുടെ പ്രേരണയിൽ.